ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ എല്ലാവരും സുഖമായിരിക്കണു. ഇന്ന് നമുക്ക് മുരിങ്ങയുടെ ഇല വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മുരിങ്ങയുടെ ഇല തോരൻ പല രീതിയിലും വെക്കുമല്ലോ, പല സ്ഥലങ്ങളിലും. ഇപ്പോൾ മുട്ടയിട്ട് ചിക്കണവരുണ്ട്, പിന്നെ പരിപ്പിട്ടിട്ട് വെക്കും, പിന്നെ ക്യാരറ്റും മുരിങ്ങയുടെ ഇലയും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കും. അങ്ങനെ പല രീതിയിൽ വെക്കുമല്ലോ. അപ്പോൾ മെയിനായിട്ട് ഈ കുട്ടികളെ ഇലക്കറികൾ കഴിപ്പിച്ചെടുക്കലാണ് അമ്മമാരുടെ ഒരു മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ രീതിയിൽ വെച്ച് കൊടുക്കുമ്പോൾ പല കുട്ടികൾക്കും പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. ചിലർ മുട്ടയിട്ട് ചിക്കി കഴിഞ്ഞാൽ നന്നായി കഴിക്കും. ഇവിടെ ഇപ്പം എൻ്റെ മക്കൾ രണ്ടുപേരും മുട്ടയിട്ട് ചിക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായി കഴിച്ചോളൂ കേട്ടോ, വലിയ കുഴപ്പമില്ല. പക്ഷേ ക്യാരറ്റ് ഇട്ട് വെക്കുന്നത് അത്ര എളുപ്പമല്ല. പിന്നെ ഈ ഇലക്കറികൾ എപ്പോഴും ഇവർക്ക് ഒരു വയസ്സൊക്കെ തൊട്ട് നമ്മൾ എന്തായാലും ചോറ് കുറച്ച് കൊടുത്തു തുടങ്ങുമല്ലോ. 6 മാസം കഴിഞ്ഞ് കുറുക്കും, പിന്നെ അത് കഴിഞ്ഞ് ചോറ് കൊടുത്തു തുടങ്ങും. എന്നാലും ഒരു 1-1.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കല്ല അത്യാവശ്യം ഒന്ന് കുറച്ച് അധിക രീതിയിൽ ചോറ് കൊടുത്തു തുടങ്ങുള്ളൂ. അപ്പോൾ തൊട്ട് തന്നെ ഈ ഇലക്കറികൾ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും കഴിക്കാനായിട്ട്. ഈ കുറച്ച് വലുതായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അവരതായിട്ട് സെറ്റാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും ഒരു 1.5 വയസ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇപ്പോൾ ചോറ് ഒരു പിടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരെണ്ണം ചീരപ്പിടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും അമ്മമാർക്ക് ഇത്ര പ്രായം വരെ തന്നെയാണ് അവരുടെ ഭക്ഷണകാര്യമൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. കുറച്ചും കൂടിയൊക്കെ വലുതായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ കേട്ടുകൊള്ളണമെന്നൊന്നുമില്ല. അപ്പം നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ ആയിരുന്നത്. അപ്പോൾ നമുക്ക് പറ്റണ സമയത്ത് നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ തന്നെ. എന്നാലും പുതിയതായിട്ടുള്ള അമ്മമാർക്ക് അമ്മ ആവണ ആ ഒരു സ്റ്റേജിൽ ഒരു പ്രത്യേക ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്തൊന്നും ചിലപ്പോൾ ഇതൊന്നും മൈൻഡിൽ കൂടെ വന്ന് പോയി ഉണ്ടാവില്ല ചിലപ്പോൾ. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് കുക്കിംഗ് വീഡിയോസും പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് കിളികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബേർഡ്സിൻ്റെയൊക്കെ വീഡിയോസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് കണ്ടിട്ട് വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മുരിങ്ങയില തോരൻ വെക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി ചതച്ചത് ഒരു ചെറിയ കഷ്ണം, പിന്നെ 2 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ചമുളക് അല്ലെങ്കിലും നമുക്ക് ചതച്ച മുളക് ഇട്ടിട്ടും ഉണ്ടാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ പരിപ്പ്, ഇത് കുറച്ച് പരിപ്പ് എടുത്തിട്ട് വളരെയധികം വെന്ത് പോവരുത്, അതിങ്ങനെ പൊട്ടിപ്പോവാത്ത രീതിയിൽ വേവിച്ചിട്ടുള്ള പരിപ്പാണ്. പിന്നെ മുരിങ്ങയുടെ ഇല ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പാൻ വയ്ക്കുക. എന്നിട്ട് ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായി വഴറ്റി വരുന്ന സമയത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ചതച്ച മുളക് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ വേണമെങ്കിൽ പച്ചമുളകൊന്ന് ഇട്ടിട്ട് അതൊന്ന് പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റൊക്കെ എത്തിക്കഴിയുമ്പോൾ വേണമെങ്കിൽ മുളകെടുത്ത് മാറ്റാം കേട്ടോ. ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു മുളകൊക്കെ ഇടുള്ളൂ. ഇതിപ്പോൾ മെയിനായിട്ട് ഈ സാറ്റർഡേ സൺഡേസിൽ ഒരു ദിവസം ഈ മുരിങ്ങയില തോരൻ വെക്കും ഇവർക്ക്, പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുരിങ്ങയുടെ ഇല ഇട്ടിട്ട് ഒരു 2 മിനിറ്റൊക്കെ അടച്ച് വെക്കുമ്പോഴേക്കും ഇലയല്ലേ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. പിന്നെ ഇല പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഫുള്ള് നാരൊന്നും കളയണമെന്നില്ല കേട്ടോ. കുറച്ച് ആ നാരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതാണ്, നല്ല ഫൈബർ കണ്ടൻറ്റ് ഉള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില കുട്ടികൾക്ക് ആ നാരൊക്കെ വായിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതെടുത്ത് മാറ്റുമല്ലോ. ഞാൻ കുഞ്ഞി നാരൊക്കെ ഉൾപ്പെടുത്തും, എന്നാലും വലുതൊക്കെ നന്നായിട്ട് മാറ്റും കേട്ടോ. ഇല പൊട്ടിച്ച് ശരിയാക്കുമ്പോൾ എടുത്ത് മാറ്റും. പിന്നെ അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇല അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. പിന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. മുട്ടയൊക്കെ ഓപ്ഷണലാണ്. ചില കുട്ടികൾക്ക് ഇപ്പോൾ ഈ മുട്ടയും മുരിങ്ങയിലയും മാത്രം ഇട്ടിട്ട് ഡ്രൈ ആക്കിയിട്ട് കഴിക്കുന്നതും നല്ലത് തന്നെയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഈ പരിപ്പ് ഇട്ടിട്ട് കഴിക്കുന്നതും അതൊരു വേറെ മെത്തേഡ് തന്നെ. ഇതിൻ്റെ കൂടെ തന്നെ പരിപ്പ് ആഡ് ചെയ്തിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി തേങ്ങ ചേർക്കാറുണ്ട് കേട്ടോ. ഈ സവോളയും ഇഞ്ചിയൊക്കെ വാടി കഴിയുമ്പോൾ തേങ്ങ ചേർക്കും. എന്നിട്ട് മുരിങ്ങയുടെ ഇലയിട്ട് വഴറ്റിയതിന് ശേഷം മുട്ട ചേർത്ത് അത്രയും ചെയ്യണ രീതിയിലും ഈ തോരൻ വെക്കാറുണ്ട്. ഇന്നിപ്പോൾ പരിപ്പ് ചേർക്കണതിൻ്റെ പേരിലാണ് തേങ്ങ ചേർക്കാത്തത്. സാധാരണ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ പരിപ്പ് വേവിച്ചിട്ട് കൊടുക്കുമല്ലോ ചോറ്. അപ്പോൾ ഈ ഇലയിലിട്ട് കൊടുക്കുന്നതും നല്ലത് തന്നെ. പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ ഇവരിതൊക്കെ
കുറച്ചൊക്കെ അങ്ങോട്ട് കഴിച്ചോളും. ഇത്തിരി അങ്ങോട്ട് വലുതായിട്ട് കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളണമെന്നില്ല ചില കുട്ടികളൊന്നും. പരിപ്പ് ദേ കണ്ടോ, അധികം വേവാണ്ട് വെന്തുടഞ്ഞ് പോകാത്ത രീതിയിലാണ്. എന്നാലാണ് ഈ തോരനിൽ ചേർക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുള്ളൂ. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് തുറന്ന് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ചോറ് കൊടുക്കുമ്പോഴും ഇത്തിരി വലുതായി കഴിഞ്ഞാൽ വാരി കൊടുക്കരുതെന്നാണ് പറയുക. എന്നാലും ഞാനിവിടെ ഇടയ്ക്ക് വാരി കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ ചോറിൽ തൈര് അങ്ങനെ കുഴച്ചിട്ട് ഒരു പിടിയായിട്ട് കൊടുക്കും, പിന്നെ ഒരു ചീരപ്പിടി എന്ന് പറഞ്ഞിട്ടും കൊടുക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്കൊക്കെ യൂസ് ചെയ്താൽ തന്നെയാണ് ഈ കുട്ടികൾക്ക് കുറച്ച് ഇലയൊക്കെ കൊടുത്ത് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് അവർ കഴിക്കാൻ സാധ്യത കുറവാണ്. പിന്നെ ഇത് കണ്ടില്ലേ, പരിപ്പ് ഇപ്പോൾ കൂടി ചേർന്നിട്ടുണ്ട്. അധികം ആ സൈഡൊന്നും വിട്ടു പോവാണ്ട് ഇത്തിരി ഡ്രൈ ആയിട്ട് തന്നെയാണ് കറിയിൽ കിടക്കുന്നത്. പരിപ്പ് വേവ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ തോരനൊന്ന് കുഴഞ്ഞു പോവും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ പരിപ്പും മുരിങ്ങയുടെ ഇലയും കൂടി ചാറുകറിയായിട്ടും വെക്കാറുണ്ട്. പക്ഷേ അപ്പോൾ മുരിങ്ങയുടെ ഇല നമുക്ക് അധികം ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. തോരനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം തന്നെയാണ് നല്ലത്. കുട്ടികൾക്ക് ഇത്തിരി ഇലയുടെ കണ്ടൻറ്റൊക്കെ കൂടുതൽ കിട്ടാനായിട്ട് അതായിരിക്കും നല്ലത്. പിന്നെ മുരിങ്ങയിലയും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കാറുണ്ട് കേട്ടോ. അതും വലിയ കുഴപ്പമില്ലാണ്ട് കഴിച്ചോളും, പിള്ളേർ കഴിച്ചോളും. എരിവ് അധികം ഇടാണ്ട്, പിന്നെ ക്യാരറ്റിനൊരു മധുരം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതും അത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല തോരൻ തന്നെയാണ്. തേങ്ങയൊക്കെ ചേർത്ത് ക്യാരറ്റും മുരിങ്ങയുടെ ഇലയും കൂടി ഇട്ടിട്ട് വെക്കണത്. പിന്നെ ചില കറികളൊക്കെ അത്യാവശ്യം ഒന്ന് കളർഫുള്ളായിരുന്നു കഴിഞ്ഞാൽ ചില കുട്ടികൾ കഴിച്ചോളും. ഇപ്പോൾ ക്യാരറ്റും മുരിങ്ങയുടെ ഇലയൊക്കെ ആകുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ള കളറാണല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇത്തിരി കളറുള്ളതായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കുട്ടികളൊക്കെ കഴിക്കും കേട്ടോ. ഇവിടെ ഇപ്പോൾ ദേവക്കുട്ടനെ അങ്ങനെയൊക്കെയാണ്. ഇത്തിരി കളറുള്ളത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നല്ലവണ്ണം പോലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചോളും. പിന്നെ ഈ മുരിങ്ങയിൽ അത് മിക്സ് ചെയ്തിട്ട് അധികം നേരം അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അടച്ചു വെക്കുമ്പോഴാണ് ആ ആവി വെള്ളം കൂടി വീണിട്ട് കറിയൊന്ന് കുഴഞ്ഞ് പോണത്. എനിക്ക് തോന്നിയിട്ടുള്ളത് 1 മിനിറ്റ് അടച്ചു വെച്ച് പിന്നെ ഒന്ന് തുറന്ന് വെക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ കറി നല്ല ഡ്രൈ ആയിട്ട് വിട്ടിരിക്കും. കുഴഞ്ഞു പോകുമ്പോൾ കഴിക്കാനായിട്ടൊരു സുഖക്കുറവല്ലേ. ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, ബൈ.